പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇറാൻ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ US സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്നു. അവിടെ ബഹ്റൈനിൽ GCC യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോഴത്തെ ഈ സംഘർഷത്തിനും പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഒരു രാജ്യത്തിനും സ്വന്തമല്ലെന്നും അത് എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നും അല്ലാത്തതൊന്നും അമേരിക്ക അനുവദിക്കില്ല എന്നുമാണ് GCC രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ലൈവായി അദ്ദേഹം പറഞ്ഞത്. നിലവിൽ ഒമാനും ഇറാനും ചേർന്നാണ് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്കോ റൂബിയോയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഒമാൻ വേറൊരു കാര്യം തീരുമാനിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പുതിയൊരു റൂട്ട് ഒമാൻ തീരത്തിനടുത്തുകൂടി കടന്നു പോകുന്ന രീതിയിൽ സ്ഥാപിക്കുന്നു. ഇത് ഇറാനിൽ ടച്ച് ചെയ്യാതെ പോകുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇറാന് ഇനി ഹോർമൂസിന്റെ നിയന്ത്രണത്തിൽ വലിയ പങ്കൊന്നുമില്ലാത്ത അവസ്ഥയുണ്ടാകും. ഹോർമൂസ് കടലിടുക്കാണ് നിലവിൽ ഇറാന്റെ ആയുധം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പുതിയൊരു റൂട്ട് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ അത് ഇറാന് അപകടകരമായിരിക്കുമെന്നത് മനസ്സിലായതോടുകൂടി ഇറാൻ മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ അനുമതിയില്ലാതെ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടാകും. ഈ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് കടന്നു വന്നത് സിംഗപ്പൂർ പതാകയുള്ള വാണിജ്യ കപ്പലായിരുന്നു. ഈ കപ്പലിനു നേരെ ഇറാൻ കനത്ത ആക്രമണം നടത്തി. ഇതേ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് അകമ്പടി നൽകിയിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം ഏജൻസി ഈ അകമ്പടി നിർത്തിവെക്കുകയും ചെയ്തു. ഇതിനെതിരെ ഇറാനെ എതിർത്തുകൊണ്ട് കടുത്ത വിമർശനവുമായി അമേരിക്ക രംഗത്തെത്തി. നിലവിൽ ഹോർമൂസിലെ ഇറാന്റെ നടപടിയെ ഒരു ഗൾഫ് രാജ്യങ്ങളും അനുകൂലിക്കുന്നില്ല. ഈ നടപടിയിലൂടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ് എന്ന ആശങ്ക ഉയരുന്നു. അതേസമയം അമേരിക്കൻ സെനറ്റിൽ ട്രംപ് തനിക്കെതിരെ വോട്ട് ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ലൂസിയാന സെനറ്റർ ബിൽ കാസിനോയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതോടെ രണ്ടുപേരും തമ്മിൽ വലിയ വാഗ്വാദം നേരിട്ടു. ഈ രീതിയിൽ അമേരിക്കയിൽ സ്വന്തം പാർട്ടിയിൽ തന്നെ ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ട്രംപിന് പെട്ടെന്ന് ഇറാനിൽ കയറി ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. ഇതാണ് ഇറാന്റെ മുന്നിൽ ഇപ്പോൾ കൈവശമുള്ള തുറുപ്പുചീട്ട്. പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ താൽക്കാലിക യുദ്ധവിരാമം പ്രഖ്യാപിക്കപ്പെടുകയും സമാധാന ചർച്ചകളുടെ ധാരണാപത്രങ്ങൾ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തെയും സാമ്പത്തിക താൽപര്യങ്ങളെയും അട്ടിമറിക്കാൻ അണിയറയിൽ നടക്കുന്ന കുതന്ത്രങ്ങളെ വെറുതെ വിടില്ല എന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒമാൻ കടലിൽ ചരക്കു കപ്പലിന് നേരെയുണ്ടായ ഏറ്റവും പുതിയ ആക്രമണം അന്താരാഷ്ട്ര സുരക്ഷാ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. വൻ ശക്തിയായ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിനു വഴങ്ങി ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ തന്ത്രപരമായ കുത്തക അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാനി ബദലായി ഒരു പുതിയ കപ്പൽ പാത രൂപീകരിക്കാൻ ഒമാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ നിർണായക സൈനിക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നത് സംഭവത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. തങ്ങളെ സാമ്പത്തികമായും ഭൂമിശാസ്ത്രപരമായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെയും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന പ്രാദേശിക രാജ്യങ്ങളുടെയും നീക്കങ്ങൾക്കുള്ള കൃത്യമായ താക്കീതാണ് ഒമാൻ കടലിൽ ദൃശ്യമായിരിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിർബന്ധത്തിന് വഴങ്ങി മേഖലയിൽ പുതിയൊരു സമുദ്രപാത വെട്ടിത്തുറക്കാൻ ശ്രമിക്കുന്നത് ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള വെല്ലുവിളിയായിട്ടാണ് ടെഹ്റാൻ കാണുന്നത്. കടലിടുക്കിലൂടെയുള്ള ആഗോള കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഈ സ്വാധീനത്തെ മറികടക്കാൻ അമേരിക്ക പടച്ചുവിടുന്ന പുതിയ പദ്ധതികളെ ആവുന്നതും തിരിച്ചു ശക്തമായി എതിർക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിന്റെ തുടർച്ചയാണ് ഒമാൻ കടലിലെ ചരക്കു കപ്പലിന് നേരെയുള്ള ആക്രമണത്തെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ നീക്കത്തോടെ കപ്പലുകൾക്ക് സംരക്ഷണം നൽകിയിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി പോലും തങ്ങളുടെ അകമ്പടി സേവിക്കൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഏജൻസികളെ പോലും പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ നീക്കമാണ് ഇറാന്റെ നാവിക പ്രതിരോധ ശേഷിയെന്നാണ് ഈ സംഭവം അടിവരയിടുന്നത്. യുദ്ധത്തിന് താൽക്കാലിക വിരാമം വന്നിരിക്കുന്ന ഈ സമാധാന അന്തരീക്ഷത്തിലും പാശ്ചാത്യ ശക്തികൾ തങ്ങൾക്കെതിരെ സാമ്പത്തിക ചതിക്കുഴികൾ ഒരുക്കുന്നത് ഇറാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ഉപരോധങ്ങളിൽ ഇളവുകൾ നേരിടുകയും ചെയ്തത് ഇറാന്റെ വലിയൊരു നയതന്ത്ര വിജയമായിരുന്നു. എന്നാൽ ഈ വിജയത്തിന്റെ തിളക്കം കെടുത്താൻ ഒമാനെ പോലുള്ള രാജ്യങ്ങളെ മുൻനിർത്തി പുതിയൊരു കപ്പൽ ചാൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാനുള്ള ഗൂഢതന്ത്രമാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ തങ്ങളെ അവഗണിച്ചുകൊണ്ടും പശ്ചിമേഷ്യൻ കടലിൽ ഒരൊറ്റ കപ്പൽ പാതയും സുരക്ഷിതമായി പ്രവർത്തിക്കില്ല എന്ന കർശനമായ സന്ദേശമാണ് ഇറാൻ ഈ നടപടിയിലൂടെ ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഭീഷണികൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ ഉരുക്കുമുഷ്ടി തന്നെയാണ് ഒമാൻ കടലിൽ വീണ്ടും ദൃശ്യമായത്.
അമേരിക്കൻ അധിനിവേശ ശക്തികളുടെ താളത്തിനൊത്തു തുള്ളുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. മേഖലയിൽ താൽക്കാലികമായി യുദ്ധമില്ലാത്ത ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും തങ്ങളുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ എത്രത്തോളം സജ്ജമാണ് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാന്റെ ഈ പ്രതിരോധ നീക്കങ്ങളെ ഭീകരതയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം കടൽ തീരങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതൊരു രാജ്യത്തിനുമുള്ള അവകാശമാണ് തങ്ങൾ വിനിയോഗിക്കുന്നത് എന്ന നിലപാടിലാണ് ടെഹ്റാൻ. വൻ ശക്തികളുടെ ഒത്താശയോടെ ഇറാനെ ഒറ്റപ്പെടുത്താമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. വരും നാളുകളിൽ പശ്ചിമേഷ്യൻ കടലിടുക്കിലെ യഥാർത്ഥ അധികാരികൾ ആര് എന്ന് നിശ്ചയിക്കുന്നതിൽ ഇറാന്റെ ഇത്തരം ശക്തമായ പ്രതിരോധ നയങ്ങൾ നിർണായക പങ്കുവഹിക്കും.